അങ്ങനെ ഞങ്ങൾ ഗദറിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഒരു പുരാതനമായൊരു ചർച്ച് കണ്ടു. ആ ചർച്ചിനോടനുബന്ധിച്ച് തന്നെ അവിടെ നോക്കിയപ്പോൾ അവിടുത്തെ പണ്ടത്തെ സോൾജേഴ്സിൻ്റെ ഒരു കോസ്റ്റ്യൂംസ് അവിടെ കണ്ടു. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന സ്നേഹിച്ച് അതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ ഫോട്ടോസും എടുത്ത് സെക്ഷൻ ഉണ്ടായിരുന്നു. പണ്ടത്തെ സോൾജേഴ്സ് ധരിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു അത്. പണ്ട് ഈ യുദ്ധകാലത്തെല്ലാം ഒളിച്ച് താമസിച്ചിരുന്നതും എല്ലാം ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ ഒരു അണ്ടർ പാസിങ്, ഒരു അണ്ടർഗ്രൗണ്ട് പോലെ ഒരു സംഭവം നമ്മളവിടെ കണ്ടിരുന്നു. ഒരു വലിയൊരു ഗുഹ, അതൊരു കവർ ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഇങ്ങനെ അതൊക്കെ ആസ്വദിച്ച് അതിനോട് അടുത്ത് തന്നെ ഒരു ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട് നല്ല രസമായിരുന്നു. നല്ല വ്യൂവും നല്ല ക്ലൈമറ്റും എല്ലാം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തത്. അങ്ങനെ ജോർജിയയിലൊരു ഡാമിൻ്റെ അവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ. ഇവിടുത്തെ ചെറിയ ചെറിയ ആക്ടിവിറ്റീസാണ് അതൊക്കെ, ഫോട്ടോ സെഷൻ്റെ ഭാഗമായിട്ടുള്ള. ഇവിടുത്തെ ചെറിയൊരു സൂക്ക്, അടിപൊളി നായകളാട്ടോ ഇവിടുത്തൊക്കെ. ദേവി അങ്ങനെ ഞങ്ങള് ഒരു വൈകുന്നേരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളില്ലേ ഫുൾ ഫോട്ടോസ് വീഡിയോസ് കേട്ടോ. സൂപ്പർ ഫോട്ടോഗ്രാഫി. എല്ലാവരും നല്ല ഹാപ്പിയിലാണ്. പിള്ളേരൊക്കെ നല്ല തണുപ്പ്. നല്ല കളർഫുൾ. കാറ്റ് വീശുമ്പോൾ നല്ല ശബ്ദം. ഞങ്ങൾ ഒരു വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് പോവുകയാണ്. വെച്ചിട്ടുണ്ടല്ലോ which built in Georgia in 19th century, and the founder of the chateau was Ivan Mihailovic. He was member of Georgian royal family. Generally, he was military person, but he was interested in viticulture and winemaking. Beginning, he made wine in our traditional vessel in Query, which was like this. അങ്ങനെ And later, ഞങ്ങളെ ഗൈഡ് ചെയ്തിരുന്ന ലേഡി കംപ്ലീറ്റ് അവിടുത്തെ ഹിസ്റ്ററിയും ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഭയങ്കര അത് 19th സെഞ്ച്വറിയിൽ ഒരു സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. അന്ന് അവിടുത്തെ മെയിൻ ബിസിനസ്സും ഇപ്പോഴത്തെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ വൈനറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതേപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭീകരത തോന്നിക്കും അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും. പിന്നെ അതിൻ്റെ ഓരോ ബാച്ചായിട്ടുള്ള ഓരോ നമുക്ക് അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരുന്നു. അങ്ങനെ റെഡ് വൈൻ, വൈറ്റ് വൈൻ, അതിനെക്കുറിച്ചും അത് ഫുൾ വീഡിയോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മതിയാവില്ല, നിങ്ങളാകെ ബോറടിക്കുകയും ചെയ്യും. അങ്ങനെ which was taken here in Chateau. In the middle, you can see the founder of the chateau. Next to this, Ivan. അങ്ങനെ അത് കഴിഞ്ഞ് വൈൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു കേവ് കാണാൻ ഒരു പ്രൊമിത്യൂസ് കേവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇരിക്കുകയാണ്. നല്ല ഫ്രൂട്ടൊക്കെ കിട്ടുന്ന ഒരു കട കേട്ടോ. നല്ലൊരു ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട്. തിരിച്ചിരുന്ന് കാണാം.
ഈ ഒരു കേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 800 സ്റ്റെപ്പാണ് അതിൻ്റെ ഉള്ളത്. 6 കേവുകളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇത് എന്താ പറയുക, ഇതിനെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കണമെന്ന് തന്നെ നമുക്കറിയില്ല. ഇതിൻ്റെ ഒരു ഐസ് ക്യൂബ് പോലെ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന കുറേ സംഭവങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാം. അതൊക്കെ 1 സെൻറ്റിമീറ്റർ വളരാനായിട്ട് 100 വർഷം എടുക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇതിൻ്റെ പുറകിൽ കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതൊരു എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു ഫീൽ തന്നെയായിരുന്നു നമുക്ക്. അവിടെ നിന്ന് നമ്മൾ പിന്നെ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഒരു വെർട്ടിക്കൽ സ്റ്റൈലിൽ തന്നെ എടുക്കാൻ പറ്റിയുള്ളൂ. കയ്യിൽ കുട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എടുക്കാനായിട്ട്. നല്ലൊരു വ്യൂ ആയിരുന്നു, നല്ല രസമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പോന്നു. ഒരു 6 മണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സുഖമായിട്ട് തിരിച്ചെത്തി. എല്ലാവരും വീട്ടിലേക്ക് പിരിഞ്ഞു.